2, 3 ദിവസമായിട്ട് ഇപ്പോൾ പൊതുവിലുള്ളതിൽ നിന്നും വിപരീതമായിട്ട് കുറച്ചധികം നേരത്തെ തന്നെ എണീക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാക്ക ലഞ്ചിനുള്ള ഫുഡ് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ 7 മണിയാകുമ്പോഴത്തേക്ക് ആൾക്ക് പോവുകയും വേണം. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ സെറ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ അധിക പണികളും ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാറാണുള്ളത്. പരിപ്പൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ പുളിയും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇന്ന് സാമ്പാറാണ് നമ്മൾ കറിയായിട്ട് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ രാത്രി സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ വേഗം ഒന്ന് കുക്ക് ചെയ്തെടുത്താലും കൂടെ മതി. ഇന്നിപ്പോൾ വറുത്തരച്ച സാമ്പാർ വെക്കാനാണ് കേട്ടോ പ്ലാന്. ആൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റിട്ട് സെറ്റാക്കി എടുത്താൽ അതെന്തായാലും അടിപൊളി ആയിരിക്കുമല്ലോ. അങ്ങനെ ഇതാ പരിപ്പ് കുതിർത്തത് കൊണ്ട് തന്നെ ഞാൻ പച്ചക്കറിയും പരിപ്പൊക്കെ ഒരുമിച്ചാണ് കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട പുളിയും മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. മോള് LKG UKG പഠിക്കുന്ന സമയത്ത് വേറെ സ്കൂളിലായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ അവൾക്ക് 7:45 ബസ് വരുമായിരുന്നു. അന്നൊക്കെ ഞാൻ 7 മണിയാകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ അവൾക്ക് 9:45 ബസ് വരുള്ളൂ. അപ്പോൾ പിന്നെ അധികം കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ലഞ്ചൊക്കെ റെഡിയാക്കി എടുക്കാറുള്ളത്. ആൾ പോകാനാകുമ്പോഴത്തേക്കേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞാക്ക ചോറ് കൊണ്ടുപോയി തുടങ്ങിയത് കൊണ്ട് നമുക്ക് പിന്നെയും പഴയ റൂട്ടീനിലേക്ക് അങ്ങ് തിരിച്ചു വരാം. ആദ്യത്തെ 2 ദിവസം കുറച്ച് നേരത്തെ എണീക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് എണീറ്റിപ്പോൾ ശീലമായി. ഇനിയിപ്പോൾ ഇതാ ഞാൻ തേങ്ങയും കൂടെ ഒന്ന് ചിരവി എടുക്കുന്നുണ്ട്. വറുത്തരച്ച് സാമ്പാർ വെക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചോറൊന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി തന്നെ ഞാൻ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറും കൂടെ സെറ്റായിട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വറവിട്ടെടുക്കുക. കടുക്, കറിവേപ്പില, വറ്റൽമുളക്, സാമ്പാർ പൊടി, കുറച്ചൊരു കായപ്പൊടി, ഇത് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വറവിട്ടെടുക്കുക. ചിലവർ സാമ്പാർ വെക്കുന്ന സമയത്ത് തന്നെ സാമ്പാർ പൊടിയൊക്കെ ചേർക്കാറുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ സാമ്പാർ. എന്തായാലും ഇന്നത്തെ വറുത്തരച്ച സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴൊന്നും വറുത്തരച്ച് വെക്കാറില്ല, അത് ഇടയ്ക്കൊക്കെയാണ് കേട്ടോ ഇങ്ങനെ വെക്കാറുള്ളത്. ഇനിയിപ്പോൾ സാമ്പാർ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നീർദോശയാണ് കേട്ടോ സെറ്റാക്കി എടുക്കുന്നത്. ഈ ഒരു ദോശയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടിയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇവിടെ അത്യാവശ്യം ഇഷ്ടമൊക്കെ തന്നെയാണ് ഈ ഒരു ദോശ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം 7 മണി ആകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ ലഞ്ചൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ അതൊന്ന് ലഞ്ച് ബോക്സിലേക്ക് ആക്കിയും കൂടെ കൊടുത്താൽ മതി കേട്ടോ. ചോറും ഫിഷ് ഫ്രൈയും അതുപോലെ സാമ്പാറും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.